ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പച്ചി, ഒരു കാര്യം പറയുന്നതിൽ അപ്പച്ചിക്ക് വിഷമമൊന്നും തോന്നരുത്. എന്താടാ? അപ്പച്ചിയും എന്റെ കെട്ടികളും കൂടി ചെയ്യുന്ന തന്ത്രങ്ങളില്ലേ, അതൊക്കെ പഴക്കം ചെന്ന് തുരുമ്പെടുത്തു പോയതാ. ഇതല്ലേ പെൺകുട്ടി? അത്ര പുതിയ പെണ്ണൊന്നുമല്ല അമ്മേ. വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ താലി കെട്ടിയ പെണ്ണ. ഹരിത ഇപ്പോഴും അയാളുടെ ഭാര്യയാണ്. ഇത് അവളുടെ ഭർത്താവ് കിട്ടിയ താലി. മറ്റൊരാളിന്റെ ഭാര്യയായ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വരുന്നതൊക്കെ രാജകുടുംബത്തിലെ പതിവായിരിക്കും, അല്ലേ അപ്പച്ചി? ഈ കാര്യങ്ങളൊന്നും ആനന്ദവല്ലി പറഞ്ഞില്ലല്ലോ. അറിയില്ല. ഒരു വിവാഹം നടക്കാൻ ചുരുങ്ങിയത് 1000 കള്ളമെങ്കിലും പറയണമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതറിയാവുന്ന അപ്പച്ചി ഒരു കള്ളം പറഞ്ഞു, അത്ര തന്നെ. അപ്പച്ചിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥികള് ക്ഷമിക്കണം. ഹരിതേ, മനോജിന്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇനി ഒരു വിവാഹബന്ധം നടക്കില്ല. എന്നാ പിന്നെ പോവല്ലേ? ഇതിനായിരുന്നോ എന്നെ കെട്ടി ഒരുക്കിക്കൊണ്ട് വന്നത്? നാണം കേട്ട ഏർപ്പാട്. ആനന്ദവല്യമ്മയുടെ ആജ്ഞാശക്തിയുടെ മൊത്തം മനസ്സിലായി. കഷ്ടം. ഒരു താലിക്ക് മീതെ മറ്റൊരു താലി കൂടി കെട്ടേണ്ട ഗതികൾ ഒഴിവായി. ആശ്വാസം. അല്ലെങ്കിൽ താലികൾ തമ്മിലെ കുരുങ്ങിയനെ. എന്നോടിത് വേണ്ടായിരുന്നു ആനന്ദവല്ലി. വാടാ കർണാര. എന്റെ തീരുമാനത്തിൽ ഇടപെട്ട് അപമാനിക്കാൻ നീ ആരാടി? കുടുംബം തൊലയ്ക്കാൻ വന്ന അട്ടിപ്പേർ കിടക്കുന്ന ശാപം പിടിച്ച പുഴുത്ത ജന്മം. നിന്നെ ഞാൻ വേണ്ട. ഒരു സത്യം വെളിപ്പെടുത്തി ഈ കുടുംബത്തിന്റെ മാനം കാത്തവളെ വന്ദന. കുടുംബം തൊലയ്ക്കാൻ വന്നവളുടെ പ്രവൃത്തിയല്ല, ഈ കുടുംബം രക്ഷിക്കാൻ വന്നവളുടെ സത്യസന്ധതയാണ്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അപ്പച്ചി. വന്ദനമ്മേ. മുടിയാൻ നേരത്തുണ്ടായ അസുരവിത്ത്. നിന്നെ നിന്റെ അമ്മച്ചെ ഇവിടെ അധികാലം വാഴിക്കില്ലടി. ഒരെണ്ണം വെച്ചതാണല്ലോ.
എനിക്ക് പേടിയാവുന്നു വന്ദനമ്മേ. എനിക്ക് പോണം. മാധവൻ അച്ഛന്റെ അച്ഛമ്മേനെ വീട്ടിൽ എനിക്ക് പോണം. മോളെ കരയാതെ മോളെ. ഇനി ഇതാ നമ്മുടെ വീട്. ഇവിടെയാ നമ്മൾ കഴിയേണ്ടത്. പേടിക്കാനൊന്നുമില്ല. വന്ദനമ്മയില്ലേ ഇവിടെ? ആനന്ദമല്ലേ മുത്തശ്ശി, എനിക്ക് പേടിയാ. അവര് ദേശീയ നോട്ടമൊക്കെ നമ്മൾക്ക് പേടിയാ. എനിക്ക് മാധവൻ അച്ഛന്റെ വീട്ടിൽ പോണം. നമുക്ക് പോവാം മോളെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. വേണ്ട, എനിക്കിപ്പം പോണം. ആരും വരണ്ട, നമ്മൾ ഒറ്റയ്ക്ക് വെക്കോളാം. മോളെ മോൾ ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങൾ വരാം. കാര്യങ്ങൾ ഒരുവിധം കരയ്ക്കടുത്ത് വന്നതായിരുന്നു. അതിനിടയിലാ ഒരു നിമിഷം കൊണ്ട് എല്ലാം പൊളിഞ്ഞടങ്ങിയത്. ശ്ശോ. ഇത് ആനന്ദവല്ലിയുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവ. അപ്പച്ചിക്ക് വട്ടായോ? അവളാ എല്ലാം പൊളിച്ചത്. സ്വയം നശിക്കാനും മറ്റുള്ളവരെ നശിപ്പിക്കാനും ജന്മം കൊണ്ട മൂദേവി. അപ്പച്ചി അപ്പച്ചി എന്താടാ? അപ്പച്ചി ഇതാരെ കുറിച്ചായി പറയുന്നത്? ഓ, വേറെ ആരെയാ? അവളെ. ഇവിടുത്തെ ഇളയവൻ കെട്ടിക്കൊണ്ടുവന്ന് മഹാറാണിയായിട്ട് വാഴിക്കുന്നില്ലേ? ഓ വന്ദനെ. ആനന്ദവല്ലി വരച്ചിട്ട കളത്തിൽ കയറി കരുനീക്കാൻ ധൈര്യപ്പെട്ടവളെ ഞാനിവിടെ വാഴിക്കുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവക്ക് തെറ്റി. കൊന്നുകളയും ഞാനവളെ. അപ്പച്ചി ഒരു കാര്യം പറയുന്നതിൽ അപ്പച്ചിക്ക് വിഷമമൊന്നും തോന്നരുത്. എന്താടാ? അപ്പച്ചിയും എന്റെ കെട്ടികളും കൂടി ചെയ്യുന്ന തന്ത്രങ്ങളില്ലേ, അതൊക്കെ പഴക്കം ചെന്ന് തുരുമ്പെടുത്ത് പോയതാ. പുതിയ പുതിയ ഐറ്റംസ് അങ്ങോട്ട് ഇറക്കി കളിക്ക്. ചുമ്മാ അല്ലടാ നീ രാഷ്ട്രീയത്തിൽ ഒന്നും ആകാതെ തേരാപ്പാര നടക്കുന്നത്. പഴയതിനാടാ എന്നും പത്തരമാറ്റ്. എന്ത് സംഭവിച്ചാലും അത് സ്വാഭാവികമായിട്ടും യാദൃച്ഛികമായിട്ടും സംഭവിച്ചതാണെന്നേ ആളുകൾ കരുതൂ.